അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിനാൻഷ്യൽ ഡയറീസിൻ്റെ 9ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ആവലാതികളൊന്നും മറ്റുള്ള ജനങ്ങളെ അറിയിക്കരുത് എന്നുള്ളത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് മൂവ്, നാം അടുത്ത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണ്, അത് ഒരു പോസിറ്റീവായ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വന്നുപെട്ട നെഗറ്റീവായ കാര്യമാണെങ്കിലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് എന്നാണ് പാഠം. ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പേരിലൊരു സൂറത്തുണ്ട്. അതിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മാത്രമാണ് പറയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും സുന്ദരമായ ചരിത്രം, ഏറ്റവും സുന്ദരമായ കഥയാണ് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് ആ ഒരു ചരിത്രത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്ന സംഭവം. ആ സംഭവത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കിയ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനൊരു നിർദ്ദേശം കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയാണ്. എന്താന്ന് വെച്ചാൽ, ഈ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നിന്റെ മുന്നിൽ, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുക എന്ന് പറഞ്ഞാൽ, ഉപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും നിന്റെ മുന്നിൽ വിനയാന്യതരായി വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു ഗുഡ് ന്യൂസ് ഉള്ള ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന നിർദ്ദേശം, ലാ തഖസ്സുസ് റുഇയാക അലാ ഇഖ്വതിക, നിന്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് നിന്റെ സഹോദരങ്ങളോട് പറയരുത് എന്നാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ലഭിക്കാനുള്ള നല്ലൊരു അവസ്ഥയെക്കുറിച്ച് പോലും തൻ്റെ സഹോദരങ്ങളോട് പറയരുത് എന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം നിർദ്ദേശിക്കുന്നത്. ഹദീസിലും സമാനമായ കാര്യങ്ങൾ കാണാം. ഇസ്തഈനു അലാ ഖളാഇ ഹവായിജികും ബിൽ കിത്മാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് പറയാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് അത് ഹൈഡ് ചെയ്ത് വെക്കുക എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. അതായത് നമ്മുടെ കാര്യങ്ങൾ നേടുന്നത് വരെ അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുക. വാക്കുകൾ കൊണ്ടല്ല മറ്റുള്ളവരെ അറിയിക്കേണ്ടത്, പ്രവൃത്തി കൊണ്ടായിരിക്കണമെന്നാണ് ചുരുക്കം. നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ പ്ലാനുകളെ പോലെ തന്നെ നമുക്ക് വന്ന പ്രയാസങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നാണ്. അത് ഹദീസിൽ അങ്ങനെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, 3 കാര്യങ്ങൾ മറച്ചു വെക്കണം എന്നാണ്. ഒന്ന്, ഇഖ്ഫാഉ സ്വദഖ, നാം മറ്റൊരാൾക്ക് ദാനം കൊടുത്താൽ, സ്വദഖ ചെയ്താൽ അത് രഹസ്യമായി ചെയ്യണം, മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. കൊടുത്ത് കഴിഞ്ഞിട്ടും പറയാൻ പാടില്ല എന്ന് ഖുർആനിലൊക്കെ നിർദ്ദേശങ്ങൾ കാണാം, കർശനമായ നിർദ്ദേശങ്ങൾ കാണാം. ഈ കൊടുത്ത ദാനത്തെക്കുറിച്ച് എടുത്തു പറയാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ദാനം ചെയ്യുന്നത് രഹസ്യമായിട്ടായിരിക്കുക. രണ്ടാമത്തത് കിത്മാനു ശക്വ, നമ്മുടെ ആവലാദികൾ, വേവലാദികൾ, പ്രയാസങ്ങൾ അത് മറച്ചു വെക്കുക എന്നുള്ളതാണ് കിത്മാൻ. മറ്റൊന്ന് കിത്മാനുൽ മുസീബത്തി, നമ്മുടെ മുസീബത്തുകൾ മറച്ചു വെക്കുക, പ്രയാസങ്ങളുള്ളത്, അത് 3 കാര്യങ്ങൾ മറച്ചു വെക്കണമെന്നാണ് ഹദീസിലുള്ളത്. നമ്മുടെ പ്ലാനുകൾ പറയാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് എന്താണ് ഗുണം എന്നുള്ളതാണ്. പറഞ്ഞിട്ടൊരു ഗുണവുമില്ല. ഒന്നാമത്, 80% ആളുകളും നിങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാൻ സന്നദ്ധരല്ല. കേട്ടക്കിൽ തന്നെ അവർ അതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയോ അവർ അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരികയോ ഒന്നും ചെയ്യൂല. അപ്പോൾ 80% ആളുകളും അങ്ങനെ പോയി. പിന്നെ 20% ആളുകൾ
നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. നമുക്ക് അത്തരമൊരു അവസ്ഥ വന്നതിൽ സന്തോഷിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ആരോടും പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റുള്ളവരോട് നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ കാരണം അവർ നമ്മളെ കൂടുതൽ കെയർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ നിങ്ങൾ എന്തൊരു തോൽവിയാണെന്ന് അവർ നമ്മെ ജഡ്ജ് ചെയ്യാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മളൊരു തോൽവിയാണെന്ന് അവർ ജഡ്ജ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ചുരുക്കത്തിൽ നമ്മുടെ പ്ലാനുകളും പറയാൻ പാടില്ല, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതും പറയാൻ പാടില്ല. പ്ലാനുകൾ പറഞ്ഞു നടന്നാൽ ഒരു പക്ഷെ അത് നടപ്പിലാവാതിരിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ്. കാരണം നമുക്കത് ചെയ്തു കഴിഞ്ഞൊരു ഫീൽ ഉണ്ടാവും നമ്മൾ കൂടുതൽ ആൾക്കാരോട് അത് ഷെയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള താല്പര്യം കുറയുമെന്നാണ് സൈക്കോളജിസ്റ്റുകളും അത് പറയുന്നുണ്ട്. ഇനി ഈ ഹദീസിന്റെ വിശദീകരണത്തിന് ആധുനിക പണ്ഡിതന്മാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനുകൾ പറയുമ്പോൾ അത് നടപ്പിലാവാതിരിക്കാനും സാധ്യതയുണ്ട്. പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രത്യേക കാര്യമില്ല. കാരണം ജനങ്ങൾ അതേക്കുറിച്ച് ബോധവാന്മാരല്ല, നിങ്ങളായി നിങ്ങളുടെ പ്രശ്നങ്ങളായി എന്നാണ് എല്ലാവരുടെയും ധാരണ. അതുപോലെ തന്നെ 20% ആളുകൾ അതിലൊരു പക്ഷെ സന്തോഷിക്കുന്നവരാകാൻ സാധ്യതയുണ്ട്. പിന്നെ നാം നേടിയെടുക്കേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചേക്കാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അവരിൽ മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അസൂയക്കും കണ്ണേറിനും അതിശക്തമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഹദീസുകളിലും അത്തരം കാര്യങ്ങൾ കാണാവുന്നതാണ്. നേരത്തെ പറഞ്ഞ യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രത്തിൽ തന്നെ ഖുർആനിൽ അത് പറയുന്നുണ്ട് കണ്ണേറിനെ കുറിച്ച്. അതായത് പിൽക്കാലത്ത് യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ സഹോദരങ്ങള് യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ പിതാവ് മറ്റൊരു നിർദ്ദേശം സഹോദരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇതാണ്: യാ ബനിയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുത്തഫരിഖ. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ അവിടെ എത്തി ആ കൊട്ടാരത്തിലേക്ക് കയറുന്ന സമയത്ത് ഒരു വാതിലിലൂടെ മാത്രം എല്ലാവരും കൂടി കടക്കാൻ പാടില്ല, വ്യത്യസ്ത വാതിലുകളിലൂടെ ആയിരിക്കണം നിങ്ങൾ കടക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനെ ഒരു നിർദ്ദേശം യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കാരണം എല്ലാവരും കൂടെ ഒരു വാതിലിലൂടെ കടക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപ്പം അതുകൊണ്ടാണ് വ്യത്യസ്ത വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് നിർദ്ദേശം കൊടുത്തത് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ കണ്ണേറും അസൂയയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളും എല്ലാവരോടും ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ് ഇന്നത്തെ പാഠം. താങ്ക് യു.